നമസ്കാരം. ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. പലർക്കും പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞാൽ നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളുമൊക്കെ ഭയന്നായിരിക്കാം പലരും പറയാൻ ആഗ്രഹിക്കുന്നതും പറയാൻ മടിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഓട്ടോറിക്ഷക്കാരെക്കുറിച്ചാണ്. ഇന്നലെ തന്നെ വർക്കല അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിനിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു അപകടമുണ്ടായി. റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഇതിൻ്റെ ഡ്രൈവർ ഓട്ടോറിക്ഷ ഓടിച്ചു. നോക്കൂ, എത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണതെന്ന്. അപ്പോഴാണ് ട്രെയിൻ വരുന്നത് കണ്ടത്. അതോടെ അയാൾ ഓട്ടോറിക്ഷയെ ട്രാക്കിലേക്ക് തള്ളിയിട്ട് ഓടി രക്ഷപ്പെട്ടു. ഓട്ടോയുമായി ട്രെയിൻ കുറേ ദൂരം മുന്നോട്ട് നീങ്ങി 1 മണിക്കൂറോളമാണ് ട്രെയിൻ ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ പിടിച്ചിട്ടത്. ആ ഡ്രൈവറെ പിന്നീട് പോലീസ് പിടികൂടി. 1-2 വർഷങ്ങൾക്ക് മുൻപ് മംഗലാപുരത്ത് നിന്ന് അവയവവുമായി തിരുവനന്തപുരത്തേക്ക് വന്ന ആംബുലൻസിൻ്റെ കുറുകെ കഴക്കൂട്ടത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷ കയറ്റി. അന്ന് കഷ്ടിച്ചാണ് ആംബുലൻസ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് വരുമ്പോൾ റോഡുകളിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമൊക്കെ കഠിനമായി ശ്രമിച്ചു. വെറും 6.5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് ഓടിയെത്തിയത്. ജനങ്ങളും പോലീസുകാരുമെല്ലാം ആകാംക്ഷാഭരിതരായി റോഡിൽ നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ റോഡിലേക്ക് കടന്നുകയറി ആംബുലൻസിനെ അപകടത്തിൽപ്പെടുത്താൻ ഒരുങ്ങിയത്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം. സത്യം പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മറ്റു വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരുമെല്ലാം. ഒരു തരത്തിലുള്ള ഡ്രൈവിംഗ് മര്യാദയും അവർ പാലിക്കില്ല. ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ വലത്തേക്ക് പോകും, വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇടത്തേക്ക് പോകും. വളരെ വേഗതയിൽ വരുന്ന ഒരു കാറിൻ്റെയോ ലോറിയുടെയോ മുന്നിലേക്കോ വന്നു പാഞ്ഞു കയറാൻ ഓട്ടോറിക്ഷക്കാർക്ക് യാതൊരു മടിയുമില്ല. അപകടമുണ്ടാകുമെന്ന് കരുതി എതിരെ വരുന്ന വാഹനം വെട്ടിയൊഴിച്ചു മാറ്റി കൊടുക്കും. ഓട്ടോറിക്ഷക്കാരൻ്റെ വിചാരം അത് തന്നെ കണ്ട് പേടിച്ചിട്ടാണെന്നാണ്. ഓട്ടോറിക്ഷക്കാരല്ലേ, അവരങ്ങനെ തന്നെ, നമ്മളൊന്ന് ഒതുങ്ങി കൊടുത്താൽ മതിയല്ലോ എന്നാണ് പലരുടെയും ധാരണ. ഈ ധാരണയാണ് അവർ മുതലെടുക്കുന്നത്. വെറുതെ ഒരു പ്രശ്നത്തിന് പോകണ്ട, മറ്റു പല ജോലികളും ഉള്ളതാണ് എന്ന് കരുതിയായിരിക്കും മറ്റുള്ളവർ ഒഴിഞ്ഞു പോകുന്നത്. ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം ആക്സിഡൻറ്റ് ഉണ്ടായാലും മിക്കവാറും ഇൻഷുറൻസ് ഉണ്ടാകും, അത് ക്ലെയിം ചെയ്യാം. പലപ്പോഴും ഓട്ടോറിക്ഷക്കാരൻ്റെ തെറ്റുകൊണ്ട് ഒരു അപകടം ഉണ്ടായാൽ പോലും മറ്റുള്ള ഓട്ടോറിക്ഷക്കാർ ഇടപെടും. പുളിച്ച തെറി വിളിക്കും, ചിലപ്പോൾ കയ്യേറ്റവും ചെയ്യും. അത് പേടിച്ചാണ് എന്തെങ്കിലും കൊടുത്ത് തടിയൂരാൻ പലരും ശ്രമിക്കുന്നത്. ഇത് ഇവർക്കൊരു വളമാകുകയാണ് ചെയ്യുന്നത്. ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയാം. അതിൽ ആർക്ക് വിഷമം തോന്നിയാലും ആരെന്നെ തെറി വിളിച്ചാലും എനിക്കത് വിഷയമേ അല്ല. കേരളത്തിൽ 2 ജോലികൾ ചെയ്യാൻ മാത്രം ചെറുപ്പക്കാർക്ക് യാതൊരു മടിയുമില്ല. 1 ഓട്ടോറിക്ഷ ഓടിക്കൽ, 2 ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുക. ഈ 2 ജോലികൾക്കും ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട്. അതിലൊന്നും യാതൊരു എതിർപ്പുമില്ല. ആർക്കും എന്ത് ജോലിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ കാര്യം മാത്രം എടുക്കാം. ഉള്ളൂരും കേശവദാസപുരത്തും പാളയത്തും പട്ടത്തും വെള്ളയമ്പലത്തും പേരൂർക്കടയും എന്നു വേണ്ട സകല ബസ് സ്റ്റോപ്പുകളും കയ്യേറിയാണ് ഓട്ടോറിക്ഷക്കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുകാരണം ബസ്സുകൾക്ക് നട റോഡിൽ യാത്രക്കാരെ ഇറക്കേണ്ടി വരുന്നു. ബസ് നട റോഡിൽ നിർത്തുമ്പോൾ പിന്നാലെ വരുന്ന വാഹനങ്ങളും ബ്ലോക്കാകും. നട റോഡിൽ ബസ് ഇറങ്ങുന്ന യാത്രക്കാർക്ക് പലപ്പോഴും മറ്റു വാഹനങ്ങൾ തട്ടി അപകടവും ഉണ്ടാകാറുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഓട്ടോറിക്ഷക്കാരുടെ കാര്യത്തിൽ മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. അവരുടെ സംഘടനയുടെ ബലം കൊണ്ടാകാം അത്. അംഗീകൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ റോഡുകളും ഓട്ടോറിക്ഷക്കാർ കയ്യേറിയിരിക്കുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ഓട്ടോറിക്ഷക്കാർ രാവിലെ നഗരത്തിലെത്തി യൂബർ ഓട്ടോയുമായി ഓടും. കിട്ടുന്ന ഇടങ്ങളിലെല്ലാം പാർക്ക് ചെയ്യും. മറ്റു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയില്ല, ഇടവും ഉണ്ടാകില്ല. ഓരോ ദിവസവും എത്രമാത്രം ഓട്ടോറിക്ഷകളാണ് പുതിയതായി നിരത്തിലിറങ്ങുന്നത്. 1 രൂപയും തിരിച്ചറിയൽക്കാരനും കൊണ്ട് കല്ലിങ്ങൽ ഓട്ടോമൊബൈൽസിലേക്ക് ചെന്നാൽ പുതിയ ഓട്ടോയുമായി തിരിച്ചു വരാം എന്നാണ് അവരുടെ ഒരു പരസ്യവാചകം. അതാണ് സ്ഥിതി. 100 കണക്കിന് ഓട്ടോറിക്ഷകൾ പുതിയതായി ഒരു ദിവസം നിരത്തിലിറങ്ങുമ്പോൾ എത്ര ഓട്ടോറിക്ഷകൾ നിരത്തിൽ നിന്ന് പിൻവലിക്കുന്നു? ഇത് ചിന്തിക്കുമ്പോഴാണ് ഓട്ടോറിക്ഷ പെരുങ്ങുന്നതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് ഇവർ ഓടുന്നത്. റോബിൻ ബസിനെയൊക്കെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് സാറന്മാർ ഇട്ട് ഓടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. 1 കൊല്ലം ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ബസ്സും ടാക്സ് കൊടുക്കുന്നത്. മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ല എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിക്കാനായി ഗതാഗത വകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇവരുടെ എതിർപ്പ് കാരണം ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. ഇതാണ് അവരുടെ സംഘടനാ ബലം. ഇപ്പോൾ എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടാകും. പിറകെ വരുന്ന വണ്ടി ഹോൺ അടിച്ചാലൊന്നും ഇവർ കേൾക്കില്ല. ഈ നിയമലംഘനം കണ്ടിട്ടും നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തയ്യാറാകുന്നുമില്ല. യൂബർ ഓട്ടോയാണെങ്കിൽ കൂലിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ മറ്റ് ഓട്ടോകൾ കഴുത്തർപ്പൻ കൂലിയാണ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരാണെങ്കിൽ പറയുകയും വേണ്ട. മീറ്റർ ഇടില്ല, യാത്രക്കാരന് പോകേണ്ട ഇടത്തേക്ക് വരില്ല. അവർക്ക് കൂടി സൗകര്യമുള്ള ഇടത്തേക്ക് മാത്രമേ സവാരി പോകൂ. ഇനി വന്നാലോ ചോദിക്കുന്ന കൂലി കൊടുക്കണം. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് നിയമങ്ങളെക്കുറിച്ചും യാത്രക്കാരോട് പെരുമാറുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണം നടത്തണം. റോഡ്
ഓട്ടോറിക്ഷക്കാരുടേത് മാത്രമല്ല, അത് പൊതുജനങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണെന്ന് അവർ ബോധവൽക്കരിക്കണം. ഒപ്പം ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ 6 or 7 മാസം കഴിയുമ്പോൾ കേരളത്തിലെ നിരത്തുകളിൽ സ്ഥിതി വളരെ പരിതാപകരമായിരിക്കും.